ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ലെസണിൽ ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ സീറോ കോസ്റ്റ് മാർക്കറ്റിങ്ങിലേക്ക് ആണല്ലോ എൻ്റർ ആയിട്ടുള്ള അല്ലേ. അപ്പോൾ നിങ്ങളൊരു മാർക്കറ്റിങ്ങിൽ ബിഗിനർ ആവാം അല്ലേ. ബിഗിനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പേജുകൾ ഉണ്ടോ ഇല്ലെങ്കിൽ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതാണ് ക്രിയേഷൻ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് IG ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക് FB, യൂട്യൂബ് YT, ഓക്കെ. പിന്നെ ഗൂഗിൾ മൈ ബിസിനസ് GMP. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നോർമലി ഇത്രയും നിങ്ങൾക്ക് ആവശ്യമുള്ളൂ, ഒരുപാടൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ കേരളത്തിൽ ചെയ്യുകയാണെങ്കിലും കുറച്ച് വൈഡായിട്ട് ചെയ്യുകയാണെങ്കിലും എല്ലാവരും കോമൺ ആയിട്ട് വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ്. പിന്നെ ഇപ്പോൾ ട്വിറ്റർ, അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിനൊക്കെ ഉണ്ട്. ഓക്കെ, ട്വിറ്റർ അല്ല X. ഓക്കെ, പിന്നെയും ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് ഇത്രയും മതി. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വാട്സപ്പ്, ആ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കോളൊക്കെ, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ മൈ ബിസിനസ് ഉണ്ട്, ബിസിനസ് വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ കോൾ ചെയ്യാനുള്ള സെപ്പറേറ്റ് നമ്പറോ മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് ഒരു ബിഗിനർക്ക് വേണ്ടത്. ഓൾറെഡി ഇപ്പം നല്ല രീതിയിൽ ചെയ്തു പോകുന്ന ആളാണെങ്കിൽ ഓൾമോസ്റ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. പക്ഷേ പ്രോപ്പർ റിസൾട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ കുഴപ്പമില്ല, നിങ്ങളും ഇത് ശ്രദ്ധിക്കുക. ഇതിലുള്ള കറക്റ്റ് ആക്ടിവിറ്റികൾ ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിലും കൂടെ ഒരു സാധനം കൂടി ഉണ്ട്. അപ്പം നിങ്ങളിതൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും കൂടി വേണം, Gmail വേണം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ Gmail ID നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കരുത്. നിങ്ങൾ സെപ്പറേറ്റ് ഒരു മെയിൽ ID ഉണ്ടാക്കുക, മൊബൈൽ നമ്പർ വെച്ചിട്ട്. വേണമെങ്കിൽ മൊബൈൽ നമ്പർ ബിസിനസ്സിന് വേണ്ടി പുതിയതെടുക്കുക. അപ്പോൾ ഇത് വെച്ച് Gmail ID ഉണ്ടാക്കുക. Gmail ID ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇൻസ്റ്റഗ്രാമും ഇൻസ്റ്റഗ്രാം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പുതിയതായിട്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് Gmail യൂസ് ചെയ്യാം. ഫേസ്ബുക്ക് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ എടുത്തിട്ട് അക്കൗണ്ടിൽ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്താൽ മതി. ആ പേജും ഇൻസ്റ്റഗ്രാമും തമ്മിൽ കണക്ട് ചെയ്തിരിക്കണം. അതിൽ വാട്സപ്പ് കണക്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിൽ ഉണ്ടാക്കുന്ന പേജും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുക, ശ്രദ്ധിക്കുക. പിന്നെ യൂട്യൂബിൽ കറക്റ്റായിട്ട് പ്രൊഫൈൽ പിക്കും, അതുപോലെ തന്നെ ഇതിലൊക്കെ പ്രൊഫൈൽ പിക്കും ഡിസ്ക്രിപ്ഷനും ബയോ ഒക്കെ കറക്റ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജെമിനി അല്ലെങ്കിൽ ChatGPT അക്കൗണ്ട്, ഫ്രീ അക്കൗണ്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ട ബയോയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, പിന്നെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ കറക്റ്റായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഗൂഗിൾ മൈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് നെയിം എന്താണോ അതിൻ്റെ കൂടെ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ചെയ്യുന്നത് ഇൻഷുറൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ABC ഇൻഷുറൻസ് കൊല്ലം എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ദ ബെസ്റ്റ് ഇൻഷുറൻസ് അഡ്വൈസർ ഇൻ കൊല്ലം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ വാട്സാപ്പിൽ പ്രൊഫൈലും നിങ്ങളുടെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, നോർമലി കോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ വേണ്ടത്. ഇതൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഉള്ളതുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാത്തത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ഓൾറെഡി എന്താ പറയുക, എല്ലാം ഓൾറെഡി ചെയ്യുന്ന ആളാണെങ്കിൽ ഇതൊക്കെ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അത് കീപ്പ് ചെയ്ത് പോവുക. അവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാ പേജുകളും. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റോ അല്ലെങ്കിൽ ലാൻഡിങ് പേജ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ പറയാതിരുന്നത് വേറെ ഉണ്ടായിട്ടില്ല. ഇത് നിങ്ങൾക്ക് നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിങ്ങിൽ ഇതിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇതില്ലെങ്കിലും നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ സിംപ്ലി ലാൻഡിങ് പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് ഡൊമൈൻ ഒന്നും എടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ടാഗ് മാംഗോ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിൽ ആക്ച്വലി നമുക്ക് പേയ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഈ ഫ്രീ ആയിട്ടുള്ള ലാൻഡിങ് പേജ് ഒക്കെ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് പോലെ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആസ് എ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതെല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. വേർഡ്പ്രസ്സിൽ പോയിട്ട് ഹോസ്റ്റിംഗും പ്ലാറ്റ്ഫോമൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഈ ക്രിയേഷനിൽ വരുന്നത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ മൈ ബിസിനസ്, അതുപോലെ തന്നെ ഇതും ഒക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ മനസ്സിലായില്ലേ, ക്രിയേഷൻ പാർട്ടിൽ ഇതെല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ അതാണ് അൾട്ടിമേറ്റ്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ക്രിയേഷൻ പാർട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മെയിൻറ്റെയിനിങ് പാർട്ടാണ്. മനസ്സിലായില്ലേ, നമുക്ക് മെയിൻറ്റെയിനിങ് പാർട്ട് എന്ന് പറയുമ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ ഇതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ആ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോസസ്സാണ് ഈ ക്രിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. എപ്പോഴും ഉണ്ടാവില്ല. ഇതൊക്കെ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്താൽ മതി.
ഓക്കെ. പിന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സെക്യൂർ ആക്കി വയ്ക്കുക, 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഒക്കെ ആയിട്ട് സെക്യൂർ ചെയ്യുക. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഈ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ട കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോമുകൾ. കാരണം നമ്മുടെ ഓഡിയൻസ് ഒക്കെ ഇതിലാണ് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ, ഈ പ്ലാറ്റ്ഫോമുകളിലാണ്. ഇതിൽ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് മെയിൻ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിലേക്ക് വേണ്ട പോസ്റ്റേഴ്സ്, വീഡിയോസ്, നല്ല കണ്ടന്റുകൾ, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, അങ്ങനെ പല പല കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെയും ഈ ക്രിയേഷൻ എന്ന് പറയുന്നത് വീഡിയോ ക്രിയേഷനും മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളും ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ആവുന്നത്. ആ മെയിൻറ്റെയിൻ ആകുമ്പോഴാണ് നമ്മളുടെ തന്നെ ഓഡിയൻസ് എന്ത് ചെയ്യുക, നമ്മളുടെ അടുത്ത് എന്നും നിലനിൽക്കുള്ളൂ. നിങ്ങൾ ഒന്നും കൊടുക്കാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? കസ്റ്റമർ വരില്ല. ഇതെന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, അപ്പം നിങ്ങളൊരു ഓഫീസ് ഉണ്ടെന്ന് വിചാരിക്കാം, നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ട്. ഓക്കെ, ഓഫീസാണെന്ന് വിചാരിക്കാം. ഈ ഓഫീസ് നിങ്ങൾ 2 ദിവസം തുറന്നു, 4 ദിവസം അടച്ചിട്ടു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് തുറന്നു, പിന്നെ 2 ദിവസം വീണ്ടും അടച്ചിട്ടു. എന്താ അവസ്ഥ? ഒരു കസ്റ്റമർ വന്ന് നോക്കുന്ന സമയത്ത് പറയാം, ആ ഷോപ്പ് കുറച്ച് ദിവസമായിട്ടോ അടവിലായിരുന്നു, വെറുതെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരരുത്, അത് ക്ലോസ് ആണെങ്കിൽ. ഇങ്ങനെ ഒരു മനോഭാവം കസ്റ്റമറിൽ ഉണ്ടാക്കിയ എന്താ സ്ഥിതി? പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇത് അടച്ചിടേണ്ടി വരും. കാരണം കസ്റ്റമർ വരില്ല, ആ ട്രസ്റ്റ് പോയി. ഇതുപോലെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കസ്റ്റമറിന് വേണ്ട കണ്ടന്റുകൾ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ 2 രീതിയിലുണ്ട്, 2 ഫാക്ടർ ഉണ്ട്. ഒന്ന് സോഷ്യൽ മീഡിയനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. പല ആളുകളും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ നല്ല ഭംഗി കൂട്ടി ഡിസൈനറുടെ ക്വാളിറ്റി ഡിസൈനൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്ത് വെക്കും. ഒരു കാര്യമില്ല, നല്ല സോഷ്യൽ മീഡിയ നല്ല ഭംഗി ഉണ്ടാവും, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിലൊന്നും കസ്റ്റമർ വരില്ല. കസ്റ്റമറിൻ്റെ ആവശ്യം കസ്റ്റമറുടെ പെയിൻ പോയിന്റും കസ്റ്റമറുടെ ഇഷ്യൂസൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ വീഡിയോസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അതിലൂടെ കസ്റ്റമർ സൊല്യൂഷൻ കിട്ടുന്ന ഉറപ്പ് വരുത്താം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ 2 തരത്തിലുണ്ട്. കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുക, ഓൺലി സോഷ്യൽ മീഡിയനെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പോൾ എന്താ ക്രിയേഷൻ, മെയിൻ്റനൻസ്. ഓക്കെ, ക്രിയേഷൻ, മെയിൻറ്റെയിൻ, ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞത് ക്ലിയർ ആയില്ലേ? ഈ 2 പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നെക്സ്റ്റ് സക്സസ് ആകാൻ പറ്റുള്ളൂ. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ പറയുക, നമുക്ക് വേണ്ട അസറ്റുകൾ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. ആ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യും തോറുമാണ് നമുക്ക് വേണ്ട വിസിബിലിറ്റി കൂടുന്നത്. ആ വിസിബിലിറ്റിയും അസറ്റും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിലൊക്കെ ചിലപ്പോൾ ആഡ്സ് ചെയ്താൽ പോലും ക്വാളിറ്റി എൻക്വയറീസും ക്ലോസിംഗ് കൂടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതിയെടുക്കുക, അപ്ലൈ ചെയ്യുക. ഓക്കെ.